നല്ല തണുപ്പുള്ള ഒരു ഡിസംബർ പ്രഭാതം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ വേണം. പക്ഷേ അതിരാവിലെ എണീറ്റ് ഉണ്ടാക്കാൻ വയ്യ. 7 മണിയാകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. കാരണം പണിക്ക് ആളുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഷെയർ ചെയ്യാനുള്ളതാണ്. നല്ല ടേസ്റ്റ് വേണം. അപ്പോൾ ഇന്നലെ കരിക്കുണ്ടായിരുന്നു. കരിക്കും ഗോതമ്പ് മുളപ്പിച്ചുണക്കി പൊടിച്ച ആട്ട വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി 1.25 ഗ്ലാസോളം എടുത്തു. 1.25 ഗ്ലാസ് ഗോതമ്പ് പൊടി, ഒരു വലിയ കരിക്ക്, അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര, ലേശം ഇന്ദുപ്പ്, അല്പം ഈസ്റ്റ് ഇത് ചേർത്ത് നന്നായി കുഴച്ച് വെച്ചു ഇന്നലെ രാത്രി തന്നെ. എന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പം പതുക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പൊങ്ങി വന്നു കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ കുഴച്ച് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റി. ഇനി ബേക്ക് ചെയ്യാനുള്ള പാത്രം ഇല്ലാത്തവർ വിഷമിക്കേണ്ട, കുക്കറിലേക്ക് അത് മാറ്റി വെച്ചിട്ട് ഒരു പഴയ ദോശക്കല്ല് ചൂടാക്കി അതിൻ്റെ മുകളിൽ വെച്ചാൽ അതിലൊരു 3/4 മണിക്കൂറോളം ബേക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് തിരിച്ചിടേണ്ടി വരും. ഞാനിത് എയർ ഫ്രയറിലാണ് ചെയ്തത്. എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ അടിഭാഗവും ഒരുപോലെ മൊരിഞ്ഞ് കിട്ടാൻ, മേൾഭാഗം നന്നായി മൊരിഞ്ഞ് കിട്ടും, അടിഭാഗവും നന്നായി മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ ഒന്ന് തിരിച്ചിടേണ്ടി വരും. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു 15 മിനിറ്റോളം ആദ്യത്തെ ബേക്കിംഗ് ചെയ്തു. പിന്നീട് അതൊന്ന് തിരിച്ചിട്ട് വീണ്ടും 10 മിനിറ്റ് ബേക്ക് ചെയ്തു. തിരിച്ചിടുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കാരണം നമ്മൾ ഒരു പ്രൊഫഷണൽ പിസ്സ പോലെ ഉണ്ടാക്കിയതല്ലേ, ഒരു ബ്രെഡെന്നേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ അത് ചെയ്തു വന്നപ്പം അതീവ ടേസ്റ്റ്, നല്ലൊരു വളരെ നാച്ചുറലായിട്ടുള്ള, വളരെ ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തോന്നിയതുകൊണ്ടാണ് ഞാൻ കുക്കിംഗ് വീഡിയോ എടുക്കാഞ്ഞിട്ടും ഇത് പ്രൊഡക്റ്റ് ഇതൊന്ന് നമുക്ക് ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ. കാരണം വളരെ ഹെൽത്തിയാണ്, എളുപ്പമുണ്ട് ചെയ്യാൻ, വളരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നല്ല രുചിയുണ്ട്, ആർക്കും നമുക്ക് കൊടുക്കാം. ചെയ്തു വന്നപ്പം വലിയൊരു പ്രൊഫഷണൽ ലുക്ക് അല്ലെങ്കിൽ ഒരു അമച്ചർ ലുക്കിംഗ് പിസ്സ പോലെ തോന്നി. ഞാൻ വിചാരിച്ചിരുന്നത് ബ്രെഡും തേങ്ങാപ്പാൽ ചേർത്ത് വെജിറ്റബിൾസൊക്കെ ചേർത്ത് സ്റ്റൂവും ചെയ്യാമെന്നാണ്. പക്ഷേ ഇത് വെന്ത് വന്നപ്പോഴൊരു അതിൻ്റെ ഒരു ഷേപ്പൊക്കെ കണ്ടപ്പോഴാണ് പിസ്സ പോലെ ആക്കാമെന്ന് വെച്ചു. എന്നിട്ട് തിരിച്ചിട്ട് 10 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക്, ഇവിടെ ക്യാപ്സിക്കവും ചീസും ഇല്ലായിരുന്നു അത്യാവശ്യം പിസ്സയ്ക്ക് വേണ്ടത്, അതിന് പകരം കുറച്ച് ബെജിമുളക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ബെജിമുളകും ചീസും ഇല്ലായിരുന്നു, പനീറും ക്യാരറ്റും തക്കാളി, ഒരു ലേശം ഉപ്പുപൊടി പുരട്ടിയിട്ട് അതൊരു 5 മിനിറ്റ് വെച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള, വളരെ നാച്ചുറലായിട്ടുള്ള, വളരെ ഒരു സാത്വിക് ടേസ്റ്റ് തന്നെ കിട്ടി. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ഈ ക്രിസ്മസൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ചെയ്യണം, കുട്ടികൾക്കൊക്കെ അപ്പീലിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ അതീവ ടേസ്റ്റ്. നമ്മൾ വാങ്ങിക്കുന്ന പിസ്സ പലപ്പോഴും കഴിക്കുമ്പോൾ വല്ലാതെ ഡ്രൈ ആയിട്ട് വലിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും അത് കഴിക്കാൻ. പക്ഷേ ഇതാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് വരികയും ചെയ്തു, നല്ല രുചിയുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബേസിക് ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ: ഗോതമ്പ് പൊടി, കരിക്കില്ലാത്തവർ തേങ്ങ ഉപയോഗിക്കാം, തേങ്ങാ വെള്ളവും കൂടി ഉപയോഗിക്കണം എന്നേ ഉള്ളൂ, കുറച്ച് ഈസ്റ്റ്, കുറച്ച് പഞ്ചസാര, നമ്മൾ അപ്പമാവിന് കുഴയ്ക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ ഒന്നിൻ്റെ ടേസ്റ്റ്, ഉപ്പും പഞ്ചസാരയുടെ ഒന്നിൻ്റെ ടേസ്റ്റ് വല്ലാതെ കയറിപ്പോകാതെ ശ്രദ്ധിക്കണം. കുറച്ച് ചെറിയ അളവിൽ ചെയ്താൽ മതി. ഈസ്റ്റും അത് വളരെ ചെറിയ അളവിലിട്ടിട്ട് കുഴച്ച് വെച്ചിട്ട് ഏകദേശം 12 മണിക്കൂറോളം കുഴച്ച് വെച്ചു. രാത്രി 7 മണിയോടുകൂടി കുഴച്ചിട്ട് വീണ്ടും ഒരു 10 മണിയോടുകൂടി നന്നായി പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടെ കുഴച്ചിട്ട് പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. പിന്നെ അതങ്ങനെ തന്നെ ബേക്ക് ചെയ്യുക. നല്ലോണം നെയ്മയം പുരട്ടിയിട്ട് ബേക്ക് ചെയ്യുക. നല്ല രുചിയാണ്. ചെയ്ത് നോക്കുമല്ലോ എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു ക്രിസ്മസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.